നോക്കുന്നത്. ഇത് രണ്ടാം അധ്യായത്തിലെ, അതായത് സാധനാപാദത്തിലെ 28ാമത്തെ സൂത്രം. യോഗാംഗാനുഷ്ഠാനാത് അശുദ്ധിക്ഷയേ ജ്ഞാനദീപ്തിരാവിവേകഖ്യാതേഹേ എന്നുള്ള സൂത്രമാണ് എടുക്കാൻ പോകുന്നത്. കാരണം അഷ്ടാംഗയോഗത്തിൻ്റെ തുടക്കം അവിടെയാണ്. അപ്പോൾ സാധാരണ ഈ സൂത്രത്തിന് ഒരു ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇവിടെ ആ ലിങ്ക് തുടങ്ങി വെക്കുന്നത് എവിടെയാണ്? യോഗ അംഗ അനുഷ്ഠാനാത് എന്നുള്ളത്. അപ്പോൾ ഞാനതൊന്ന് ചൊല്ലാം, നിങ്ങൾ 3 പ്രാവശ്യം ചൊല്ലിക്കൊള്ളുക. യോഗാംഗ അനുഷ്ഠാനാത് അശുദ്ധിക്ഷയേ ജ്ഞാനദീപ്തിരാവിവേക ഖ്യാതേഹേ. 3 പ്രാവശ്യം ചൊല്ലിക്കൊള്ളാം. ഞാൻ കേൾക്കണമെന്നൊന്നുമില്ല. അതിൻ്റെ സൂത്രത്തിൻ്റെ അർത്ഥം യോഗാംഗ അനുഷ്ഠാനാത്, യോഗ അംഗങ്ങളെ അനുഷ്ഠിക്കുന്നത് കാരണം, അനുഷ്ഠിക്കുന്നത് കൊണ്ട് അശുദ്ധിക്ഷയേ, അശുദ്ധികളെ ക്ഷയിക്കും. ആ ക്ഷയിക്കുന്ന സമയത്ത്, അതാണ് ക്ഷയേ, സപ്തമിയാണ്. അങ്ങനെയുള്ള സമയത്ത്, അങ്ങനെ വരുമ്പോൾ എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ യോഗാംഗാനുഷ്ഠാനം ആദ്യം, അതുകൊണ്ട് അശുദ്ധിക്ഷയം ഉണ്ടാകും. പിന്നെ ഉണ്ടാവും ജ്ഞാനദീപ്തി, ജ്ഞാനത്തിന് തിളക്കമുണ്ടാകും. അതിനൊരു അതിർത്തിയും പറഞ്ഞു. ആവിവേകഖ്യാതേഹേ, വിവേകഖ്യാതി വരെ. ആവിവേക എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. ആപാദചൂടം എന്ന് പറഞ്ഞാൽ പാദം മുതൽ തല വരെ, അങ്ങനെ ഒരു ആന്ന് ചേർത്താൽ അങ്ങനെയാണ്, അത്ര വരെ നൃത്തം. അപ്പോ ആവിവേകഖ്യാതേഹേ, വിവേകഖ്യാതി വരെ ഉള്ള ജ്ഞാനദീപ്തി ഉണ്ടാകും യോഗാംഗ അനുഷ്ഠാനം കൊണ്ട്. ഇതാണ് സൂത്രത്തിൻ്റെ അർത്ഥം. അതിൻ്റെ നേരിട്ട് തന്നെ വ്യാസഭാഷ്യത്തിലേക്ക് കടക്കുകയാണ്. യോഗാംഗാനി അഷ്ടൗ അഭിധായിഷ്യമാണാനി. യോഗാംഗാനി, യോഗാംഗങ്ങൾ ബഹുവചനമാണ്. യോഗത്തിൻ്റെ അംഗങ്ങൾ, അംഗം എന്ന് പറഞ്ഞാൽ അവയവം എന്നുള്ള അർത്ഥത്തിൽ എടുക്കണം. അപ്പൊ യോഗത്തിനെ മൊത്തം ഒരു ശരീരമായി എടുത്താൽ അതിന് 8 അവയവങ്ങൾ ഉണ്ട് എന്നെടുക്കും. അപ്പൊ യോഗത്തിൻ്റെ യോഗ അംഗാനി അഷ്ടൗ 8, അഭിധായിഷ്യമാണാനി അതിനി പറയാൻ പോകുന്നുണ്ട്. ഈ സൂത്രത്തിൽ അത് പറയുന്നില്ല. ആ പറയാൻ പോകുന്ന യോഗ അംഗ അനുഷ്ഠാനം, തേഷാം അനുഷ്ഠാനാത്, തേഷാം എന്ന് പറഞ്ഞാൽ ഈ യോഗാംഗങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് പഞ്ചപർവണോ വിപര്യസ്യ അശുദ്ധിരൂപസ്യ. പഞ്ചപർവണ 5 തരത്തിലുള്ള, ഏതാണ്? പിന്നെ ക്ലേശങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. അവിദ്യാസ്മിത രാഗദ്വേഷ അഭിനിവേശ ക്ലേശാഹ എന്ന് മുമ്പേ വന്നിട്ടുണ്ട്, വന്നു കഴിഞ്ഞതാണ്, നമ്മൾ എടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അത്. അപ്പോൾ പഞ്ചക്ലേശങ്ങളാണ് അവിദ്യ, അസ്മിത, രാഗം, ദ്വേഷം, അഭിനിവേശം. ഈ 5 വിപര്യങ്ങൾ, ക്ലേശങ്ങൾ, അതെങ്ങനെയുള്ളതാണ്? അശുദ്ധിരൂപസ്യ, അതെല്ലാം അശുദ്ധികളാണ്, നമ്മുടെ ചിത്തത്തിൻ്റെ അശുദ്ധികളാണ് അതെല്ലാം. അതിൻ്റെ ക്ഷയോ നാശ, അതാണ് അശുദ്ധിക്ഷയേ. അശുദ്ധി ഏതാണ്? പഞ്ചക്ലേശങ്ങളാണ്. അതിൻ്റെ ക്ഷയം എന്ന് പറഞ്ഞാൽ നാശം.
തത്ക്ഷയേ അങ്ങനെ നശിക്കുമ്പോൾ സമ്യക് ജ്ഞാനസ്യ അഭിവ്യക്തി, അതാണ് ജ്ഞാനദീപ്തി എന്ന് പറഞ്ഞത്. സമ്യക് ജ്ഞാനം, നല്ല തെളിഞ്ഞ പൂർണ്ണമായിട്ടുള്ള ജ്ഞാനം, അത് സമ്യജ്ഞാനസ്യ അഭിവ്യക്തി, ആ ജ്ഞാനം തെളിഞ്ഞു വരും, അഭിവ്യക്തമാകും. യഥാ യഥാ ച സാധനാനി അനുഷ്ഠീയന്തേ, എപ്പോഴെപ്പോഴൊക്കെ അല്ലെങ്കിൽ എത്രയൊക്കെ സാധനകൾ അനുഷ്ഠിക്കുന്നുവോ, സാധന എന്ന് പറഞ്ഞാൽ യോഗാംഗാനുഷ്ഠാനം, അതാണ് സാധന. ഈ യോഗാംഗങ്ങൾ എത്ര അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നുവോ തഥാ തഥാ, അതിനനുസരിച്ച് തനുത്വം അശുദ്ധിരാപദ്യത്തെ. തനു എന്ന് പറഞ്ഞാൽ മെലിഞ്ഞത് എന്നർത്ഥം. ഈ അശുദ്ധി മെലിഞ്ഞു വരും എന്ന് പറഞ്ഞാൽ കുറഞ്ഞു വരും എന്നർത്ഥം. ഏത് കൂടുമ്പോൾ? ഈ സാധന എത്ര വർദ്ധിക്കുന്നുവോ അതിനനുസരിച്ച് അശുദ്ധി കുറഞ്ഞു വരും. സാധന പൂർണ്ണമായാൽ അശുദ്ധി തീരെയില്ലാണ്ട്, അതാണ്. അപ്പോൾ സാധനക്കനുസരിച്ച്, അതാണ് യോഗാംഗ അനുഷ്ഠാനാത് അശുദ്ധി ക്ഷയേ. അങ്ങനെ യഥാ യഥാച ക്ഷീയതേ അശുദ്ധി, അങ്ങനെ എത്ര അശുദ്ധി കുറഞ്ഞു വരുന്നോ തഥാ തഥാ ക്ഷയക്രമ അനുരോധിനി ജ്ഞാനസ്യാപി ദീപ്തിർ വർദ്ധത്തെ. അപ്പോ ഈ അശുദ്ധി കുറയും തോറും ജ്ഞാനത്തിന്റെ ദീപ്തി, ജ്ഞാനപ്രകാശം വർദ്ധിച്ച് വരും. ഒന്ന് കുറഞ്ഞു പോകുമ്പോൾ മറ്റേത് വർദ്ധിച്ച് വരും. അതായത് അശുദ്ധി കുറഞ്ഞു വരുമ്പോൾ ജ്ഞാനദീപ്തി ഏറി വരും. അശുദ്ധി എങ്ങനെയാ കുറയാ? യോഗാംഗാനുഷ്ഠാനം കൊണ്ട്. യോഗ അംഗങ്ങളെ, അതായത് യമനിയമം മുതലായിട്ടുള്ള യോഗ അംഗങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അശുദ്ധി കുറഞ്ഞു വരും. അതിനനുസരിച്ച് ജ്ഞാനദീപ്തി കൂടി വരും. സാ ഖലു ഏഷാ വിവൃദ്ധി പ്രകർഷമനുഭവതി ആവിവ്യാഖ്യാതേഹേ. ഈ വർധനവ് എത്ര വരെ ഉണ്ടാകും? ജ്ഞാനദീപ്തി എത്ര വരെ ആയിരിക്കും? ആവിവേകഖ്യാതേഹേ, വിവേകഖ്യാതി വരെ ആണ്. എന്താണ് വിവേകഖ്യാതി എന്ന് പറഞ്ഞാൽ? ഇവിടെ ആ ഗുണപുരുഷ സ്വരൂപ വിജ്ഞാനാത് ഇത്യർത്ഥം. ഗുണം പുരുഷൻ, ഗുണം ത്രിഗുണങ്ങൾ വന്നാൽ പുരുഷൻ്റെതല്ലാതെ. അപ്പോ ഈ ത്രിഗുണങ്ങള് പുരുഷൻ്റെതാണ് എന്നുള്ള ഒരു ധാരണയാണ്, അത് തമ്മിലൊരു ഐക്യമാണ് സാധാരണ നിലക്ക് ഉള്ളത്. അപ്പോൾ ഈ വിവേകഖ്യാതി, തിരിച്ചറിവ് വരുമ്പോൾ, ഖ്യാതി എന്ന് പറഞ്ഞാൽ ജ്ഞാനം, വിവേകം തിരിച്ചറിവ്, തിരിച്ചെടുക്കുക, വിവേചിക്കുക. അങ്ങനെ വിവേചിച്ച് കിട്ടുന്ന ഖ്യാതി, അറിവ്. അങ്ങനെ കിട്ടുന്ന തിരിച്ചറിവ്, അത് ആ തിരിച്ചറിവ് വരെ നീളും ഈ ജ്ഞാനദീപ്തി എന്നാണ്. അപ്പോ യോഗാംഗാനുഷ്ഠാനം കൊണ്ട് കിട്ടുന്നത് എന്താണെന്ന് ചോദിച്ചാൽ വിവേകഖ്യാതി വരെയുള്ള ഒരു നമ്മുടെ പുരോഗതി ഉണ്ടാകും. അതിനനുസരിച്ച് അശുദ്ധി കുറഞ്ഞു പോവുകയും ചെയ്യും. വാസ്തവത്തിൽ അശുദ്ധി ക്ഷയമാണ് ഈ യോഗാംഗാനുഷ്ഠാനത്തിൻ്റെ ഫലം. ആ അശുദ്ധി ക്ഷയം കൊണ്ട് ആണ് ഈ ജ്ഞാന വൃദ്ധി ഉണ്ടാവുന്നതും, അത് വർദ്ധിച്ച് വിവേകഖ്യാതി വരെ എത്തുന്നതും യോഗാംഗ അനുഷ്ഠാനം കൊണ്ട് ആണ്. അതാണ് ആ ഗുണപുരുഷ സ്വരൂപ വിജ്ഞാനാത്. ഗുണവും പുരുഷനും വേറെയാണെന്നുള്ള ആ അറിവ് കിട്ടുന്നത് അത്ര വരെ ആണ് ഈ യോഗാംഗാനുഷ്ഠാനത്തിന്റെ പരിധി. ഇനി യോഗാംഗാനുഷ്ഠാനം
അശുദ്ധേർ വിയോഗ കാരണം. യോഗാംഗാനുഷ്ഠാനം അശുദ്ധിയുടെ വിയോഗ കാരണമാണ്. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപെടല്. യോഗാംഗാനുഷ്ഠാനം കൊണ്ട് എന്ത് കിട്ടാവും? അശുദ്ധി വേർപെട്ടു പോകും. അപ്പോ ഈ കാരണങ്ങൾ എന്ന് പറഞ്ഞിട്ട് 9 കാരണങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതില് 2 കാരണം യോഗാംഗാനുഷ്ഠാനത്തിന് ബാധകമാണ്. ആ 2 കാരണങ്ങളാണ് ഇവിടെ ആദ്യം പറയുന്നത്. ഏതെല്ലാമാണ്? വിയോഗ കാരണം. യോഗാനുഷ്ഠാനം ഒരു വിയോഗത്തിന് കാരണമാണ്. ഒന്ന് വേർപെട്ടു പോവാൻ കാരണമായി തീരും. ഏതാണ്? ഏതുപോലെയാണ്? യഥാ പരശുർച്ഛേദ്യസ്യ. ഏതുപോലെയാണോ പരശുരാമൻ എന്ന് കേട്ടിട്ടുണ്ടാവല്ലോ, മഴു മുറിക്കുന്ന ഒരു ഉപകരണം പരശു. ആ പരശു ഛേദ്യസ്യ, ഛേദിക്കപ്പെടുന്നതിൻ്റെ, അതായത് മരത്തിൻ്റെ എന്നർത്ഥം. മരം മുറിക്കുമ്പോ ആ കൊമ്പ് വേർപെട്ടു പോകും. അതുപോലെ ഈ യോഗാംഗങ്ങള് ഒരു മഴുവാണ്. അതെന്ത് ചെയ്യും? ഈ ഗുണപുരുഷ വിവേകം ഉണ്ടാക്കും, വേർപെടുത്തും ഇതിനെ രണ്ടിനെയും. അതുകൊണ്ട് വിയോഗത്തിന്, വേർപെടലിന് കാരണമാണ് യോഗാംഗങ്ങൾ. അതാണ് ഒരു കാരണം, വിയോഗ കാരണം. ഇനി പ്രാപ്തി കാരണവും കൂടി ഉണ്ട്, അതും കൂടി ഇതിൽ വരും. ഒന്ന് വേർപെടും, ഒന്ന് കിട്ടും. പ്രാപ്തി എന്ന് പറഞ്ഞാൽ കിട്ടുക, പ്രാപിക്കുക. വിവേകഖ്യാതേസ്തു പ്രാപ്തി കാരണം. പ്രാപ്തി കാരണം ഏതിലാണ്? വിവേകഖ്യാതി. അത് കിട്ടും, ഇത് പോവും. ഈ ഗുണങ്ങള് പുരുഷനിൽ നിന്ന് വേർപെട്ട് പോവും. അതേസമയം വിവേകഖ്യാതി കിട്ടും, അതുവരെ ഇല്ലാത്തത് കിട്ടും. ഉള്ളത് പോവും. ഉള്ളത് പോകുന്നതാണ് വിയോഗ കാരണം, ഇല്ലാത്തത് കിട്ടുന്നത് പ്രാപ്തി കാരണം. അപ്പോൾ വിവേകഖ്യാതി പ്രാപ്തി കാരണമാണ്. പിന്നെ ഏതുപോലെ എന്നാണ്? യഥാധർമ്മ സുഖസ്യ. നേരത്തെ മഴു മരത്തിൻ്റെത് എന്ന് പറഞ്ഞതുപോലെ ധർമ്മത്തിൻ്റെ കാരണം പ്രാപ്തി. ധർമ്മം സുഖത്തിൻ്റെ പ്രാപ്തി കാരണമാണ്. ധർമ്മം അനുഷ്ഠിച്ചാൽ സുഖം കിട്ടും. അതേപോലെ യോഗാംഗ അനുഷ്ഠാനം ചെയ്താൽ ഈ വിവേകഖ്യാതി കിട്ടും. അതാണ് യഥാ ധർമ്മ സുഖസ്യ ന അന്യഥാ കാരണം. വേറെ മറ്റ് കാരണങ്ങൾ ഇതിന് ബാധകമല്ല. മറ്റ് കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? 9 കാരണത്തിൽ 7 കാരണവും ഇവിടെ ബാധകമല്ല. ഈ 2 കാരണം മാത്രമേ ബാധകമുള്ളൂ എന്നർത്ഥം. ഇനി ഇതില് കതിച ഏതാനി കാരണാനി ശാസ്ത്രേ ഭവന്തി. ഈ ശാസ്ത്രങ്ങളിൽ ഏതെല്ലാമാണ് ഈ കാരണങ്ങൾ? അത് അദ്ദേഹം വിവരിക്കുന്നുണ്ട് ഇവിടെ. വ്യാസം പറഞ്ഞതുകൊണ്ട് ഞാൻ അത് ഓടിച്ചു പോകാതെ നിവൃത്തിയില്ല. നമുക്ക് സമയത്തിന്റെ പരിമിതി ഉണ്ട് താനും. നമുക്ക് ബാക്കി 9, 7 വായിക്കണമോ? എന്താണ് എല്ലാവരുടെയും? വ്യാസഭാഷ്യം ശരിക്കും വരണമെങ്കിൽ അതും കൂടി വായിക്കണം. പക്ഷെ നമുക്ക് സമയം ഭയങ്കരമായിട്ട് പോവും എന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും കുറെ പേരൊക്കെ തംസപ്പ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കൂടുന്നുള്ളൂ അല്ലേ മാഷേ? അതെ അതെ അതെ. അത് ഞാൻ ഇന്നലെ ഷൈജുമായിട്ട് ചർച്ച ചെയ്തിരുന്നു. ഇത് ഈ അഷ്ടാംഗയോഗം നമുക്ക് വളരെ വളരെ പ്രധാനവുമാണ്. നമുക്ക് ഈ ഒരു ക്ലാസ് എക്സ്ട്രാ വെക്കേണ്ടി വരുമോ എന്നതിൽ വരെ സംശയമുണ്ട്. വേറൊരു ദിവസം നമുക്ക് വെച്ചാലും, കാരണം ഇത് നമ്മൾ വളരെ വിശദമായിട്ട് പോയിട്ടില്ലെങ്കിൽ നമ്മുടെ ഒരു പ്രാണനാണ് ഇത്. വാസ്തവത്തിൽ ഈ യോഗക്കാർക്ക് ഏറ്റവും പ്രധാനം അഷ്ടാംഗ യോഗമാണ്. അതുകൊണ്ട് നമുക്ക് നേരിട്ട് തന്നെ പോവാം. ഞാൻ വേറെ വ്യാഖ്യാനങ്ങളൊന്നും ചെയ്യുന്നില്ല. വ്യാസൻ പറയുന്നത് അതുപോലെ നമുക്ക് ഒന്ന് നോക്കാം.
അപ്പോ 9 കാരണങ്ങളിൽ ആദ്യത്തേത് നവ ഏവ ഇത്യാഹ. അപ്പം 9 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് ഉൽപ്പത്തി കാരണം, അതാണ് ഉത്പത്തി സ്ഥിതി അഭിവ്യക്തി. ഉൽപ്പത്തി അതാണ് പിന്നെ 9 പറയാണ്. ഉൽപ്പത്തി കാരണം, സ്ഥിതി, അഭിവ്യക്തി, വികാര, പ്രത്യയ, ആപ്തയ, വിയോഗാനി ആണ്. ഇതെല്ലാമാണ്. അതായത് ഉൽപ്പത്തി, സ്ഥിതി, അഭിവ്യക്തി, വികാരം, പ്രത്യയം, ആപ്തി, വിയോഗം. ഇനിയുണ്ട് അന്യത്വം, അന്യത്വ, ധൃതി, ധൃതയഃ, നവധാ സ്മൃതം. കാരണം നവധാ സ്മൃതം. 9 തരത്തിലുള്ള കാരണങ്ങൾ ഈ 9 എണ്ണമാണ്. ഇനി ഇതിൻ്റെയൊക്കെ വ്യാഖ്യാനം വരുന്നുണ്ട്. എന്താണ് അങ്ങനെ പറഞ്ഞാലും? ഉദാഹരണം ഇതി തത്ര ഉത്പത്തി കാരണം. ഇതിലെ ഉൽപ്പത്തി കാരണം എന്ന് പറഞ്ഞാൽ എന്താണ് ചോദിച്ചാൽ മനോഭവതി വിജ്ഞാനസ്യ. അതാണ് വിജ്ഞാനത്തിൻ്റെ കാരണം. ഉൽപ്പത്തി കാരണം മനസ്സാണ്. ഈ വിജ്ഞാനം എന്ന് പറയുന്നത് ഒരു വൃത്തിയാണ്. ആ വൃത്തി ഉണ്ടാകുന്നത് മനസ്സിലൂടെയാണ്. അതിൻ്റെ ഉൽപ്പത്തിക്ക് കാരണം മനസ്സാണ്. മനസ്സാണല്ലോ ഇന്ദ്രിയങ്ങളിലൂടെ ചുറ്റുപാടും നോക്കിയിട്ട് അതിനെ ആ വൃത്തികളാക്കി ഉള്ളിലേക്ക് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് മനസ്സ് ഉൽപ്പത്തി കാരണമാണ്. ഇനി സ്ഥിതി കാരണം. സ്ഥിതി കാരണം മനസഃ പുരുഷാർത്ഥത. ശരീരസ്യ ഇവ ആഹാര ഇതി. സ്ഥിതി എന്ന് പറഞ്ഞാൽ നിലനിൽപ്പ് എന്നുള്ള അർത്ഥമാണ്. നിലനിൽപ്പിന് കാരണം എന്താണ്? ആ നിലനിൽപ്പ് കാരണം എന്നുള്ളത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുക? ഇപ്പം ആഹാരം, ശരീരസ്യ ഇവ ആഹാരം. ആഹാരം ശരീരത്തിന്റെ ഒരു നിലനിൽപ്പിന് കാരണമാണ്, സ്ഥിതി കാരണമാണ്. അപ്പം ശരീരത്തിന് ആഹാരമില്ലെങ്കിൽ നിലനിൽപ്പില്ല. അതുപോലെ മനസ്സ് നിലനിൽക്കണം. എന്ത് വേണം? മനസ്സഹ പുരുഷാർത്ഥത. മനസ്സ് നിലനിൽക്കാൻ ഉള്ള സ്ഥിതി കാരണം. ഇല്ലെങ്കിൽ മനസ്സ് ചത്തുവോ? മനസ്സില്ലാണ്ടാവും. മനസ്സ് നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? പുരുഷാർത്ഥങ്ങൾ വേണം. എന്താ പുരുഷാർത്ഥം? പുരുഷന് നേടാനുള്ള കാര്യങ്ങൾ, അതിനെയാണ് പുരുഷാർത്ഥം എന്ന് പറയുന്നത്. ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറഞ്ഞിട്ട് ധർമാർത്ഥ കാമമോക്ഷങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പുരുഷാർത്ഥം എന്ന് ഉദ്ദേശിക്കുന്നത് ഭോഗവും അപവർഗവും. ഭോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിലുള്ള എല്ലാത്തിനെയും അനുഭവിക്കല് ഭോഗം. അപവർഗം എന്ന് പറഞ്ഞാൽ മോക്ഷം. ഇതിനെ മുഴുവൻ അനുഭവിക്കുക, എന്നിട്ട് ഇതിൽ നിന്നുള്ള മോചിക്കണം എന്ന് ആഗ്രഹിച്ച് അതിനുവേണ്ടി പരിശ്രമിക്കുക. ഇതൊക്കെ ഇതുകൊണ്ടാണ് മനസ്സ് നിലനിൽക്കുന്നത്. ഇത് രണ്ടും ഇല്ലെങ്കിൽ മനസ്സുണ്ടാവില്ല, സ്റ്റോപ്പോ. അതാണ് സ്ഥിതി കാരണം എന്ന് പറയുന്നത്. ഇനി അഭിവ്യക്തി കാരണം, മൂന്നാമത്തേത്. അഭിവ്യക്തി കാരണം എന്ന് പറഞ്ഞാൽ യഥാ രൂപസ്യ ആലോകഃ. രൂപത്തിന് ഒരു രൂപം അഭിവ്യക്തി തെളിഞ്ഞു കാണുക എന്നർത്ഥമാണ്. പ്രത്യക്ഷമായി കാണുക, അതിനെയാണ് അഭിവ്യക്തി എന്ന് പറയുന്നത്. ഒരു രൂപം എങ്ങനെയാണ് നമ്മൾ കാണുന്നത്? പ്രകാശമുള്ളത് കൊണ്ടാണ്. ഇരുട്ടാണെങ്കിൽ ഒരു രൂപം നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ പ്രകാശം രൂപത്തെ അഭിവ്യക്തമാക്കുന്നു. അപ്പോൾ പ്രകാശം രൂപത്തിൻ്റെ അഭിവ്യക്തി കാരണമാണ്. അതുപോലെ രൂപജ്ഞാനവും
ആ കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി മനസ്സിലാക്കുക, അതും അഭിവ്യക്തി കാരണമാണ്. അപ്പോൾ രൂപാഭിവ്യക്തി കാരണമാണ്. അപ്പം വെളിച്ചം വേണം, ആ വെളിച്ചത്തിൽ രൂപത്തെ തിരിച്ചറിയണം. ഇത് രണ്ടും അഭിവ്യക്തി, കുറച്ച് വ്യക്തമായിട്ട് തിരിച്ചറിയുന്ന ഒരവസ്ഥ, അതാണ് അഭിവ്യക്തി കാരണം. അപ്പം വെളിച്ചം അതിൻ്റെ കാരണമാണ് എന്നർത്ഥം. ഇനി മൂന്നാമത്തേത് വികാര കാരണം. വികാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ വികാരം അല്ല. വികാരം എന്ന് പറഞ്ഞാൽ മാറ്റം എന്നർത്ഥം. വികാരപ്പെടുക. ഇവിടെ ഉദാഹരണം കൊടുത്തത് വികാര കാരണം മനസ്സോ വിഷയാന്തരം യഥാ അഗ്നി പാക്യസ്യ. പാക്യം എന്ന് പറഞ്ഞാൽ ചോറ് നേരിക്കാം തൽക്കാലം. ചോറ് അതായത് പാചകം ചെയ്യപ്പെട്ടത്. ആ പാചകം ചെയ്യപ്പെടുന്നതിന് എന്താണ്, അങ്ങനെ അരി ചോറായി വികാരപ്പെടുന്നു, മാറുന്നു. അതിനെന്താ കാരണം? അഗ്നിയാണ്. അപ്പോൾ അത് വികാര കാരണമാണ് അഗ്നി. അതേപോലെയാണ് വിഷയാന്തരം മനസ്സഹ. മനസ്സിന്റെ വികാര കാരണം എന്താണ്? വിഷയങ്ങളാണ്. അതായത് കാണുന്ന അനുഭവിക്കുന്ന വസ്തുക്കൾ, ധാരാളം മറ്റ് വസ്തുക്കൾ, വിഷയാന്തരങ്ങൾ. അതാണ് മനസ്സിന്റെ വികാര കാരണം. എല്ലാം മനസ്സായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഓരോന്നും പറയുന്നുണ്ട്. അതിൽ നമുക്ക് വേണ്ടത് രണ്ടെണ്ണേ ഉള്ളൂ, അത് പിന്നെ പറയുകയും ചെയ്യും. ഇനി പ്രത്യയ കാരണം. പ്രത്യയം എന്ന് പറഞ്ഞാൽ ഒരു ജ്ഞാനം എന്നുള്ള അർത്ഥമാണ് പ്രത്യയ കാരണം. ജ്ഞാനം നമുക്ക് ഒന്നിനെ പറ്റി അറിയുന്നത് എങ്ങനെയാണ്? ധൂമജ്ഞാനം അഗ്നിജ്ഞാനസ്യ. ധൂമം, ഒരു ദിക്കിൽ പുക, ആ പുകയെ അറിഞ്ഞാൽ ധൂമജ്ഞാനം. പുകയെ പറ്റി അറിഞ്ഞാൽ എന്ത് നമുക്ക് അറിയാൻ സാധിക്കും? അവിടെ തീയുണ്ട് എന്നറിയാൻ സാധിക്കും. ഇപ്പൊ ഗ്യാസിന്റെ അതുകൊണ്ട് പുക അറിയില്ല, പക്ഷെ മുമ്പത്തെ കഥയാണല്ലോ ഇപ്പൊ പറയുന്നത്. അപ്പം പുക കണ്ടാൽ അഗ്നിയുണ്ട് എന്നറിയുക, അത് പ്രത്യയ കാരണം എന്ന് പറഞ്ഞാൽ ജ്ഞാന കാരണം. അതുപോലെ ഇനി അഗ്നിജ്ഞാനത്തിന് പ്രത്യേക കാരണമാണ് ധൂമജ്ഞാനം. ഇനി പ്രാപ്തി കാരണം. നമ്മളെ ഇവിടുത്തെ ഉദാഹരണം കൊടുത്തു, യോഗാംഗാനുഷ്ഠാനം വിവേകഖ്യാതേഹ. യോഗാംഗങ്ങളുടെ അനുഷ്ഠാനം കൊണ്ട് എന്തിൻ്റെ പ്രാപ്തി ഉണ്ടാകും? വിവേകഖ്യാതിയുടെ പ്രാപ്തി ഉണ്ടാകും. അതുകൊണ്ട് യോഗാംഗാനുഷ്ഠാനം പ്രാപ്തി കാരണമാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു 2 കാരണങ്ങളാണ് ഇവിടെ നമുക്ക് പ്രയോഗിക്കാനുള്ളത് എന്ന്. അതിലൊന്നാണ് പ്രാപ്തി കാരണം. യോഗാംഗാനുഷ്ഠാനം കൊണ്ട് വിവേകഖ്യാതിയുടെ പ്രാപ്തി ഉണ്ടാകും. വിയോഗ കാരണം. വിയോഗം എന്ന് പറഞ്ഞാൽ വേർപെട്ട് പോവുക. വിയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളെ കാണാണ്ടായി, അയാളെ അങ്ങനെ വിട്ടുപോകുന്നതിനെയൊക്കെയാണ് വിയോഗം എന്ന് പറയുന്നത്. വിയോഗ കാരണം. യോഗാംഗാനുഷ്ഠാനം ഏതിൻ്റെ വിയോഗത്തിന് കാരണമാവും? അശുദ്ധേഹ. തദേവ അശുദ്ധേഹ. അപ്പോൾ അശുദ്ധിയുടെ ഒരു വിയോഗ കാരണമാണ് യോഗാംഗാനുഷ്ഠാനം. വിവേകഖ്യാതിയുടെ പ്രാപ്തി കാരണവുമാണ്. അപ്പം വിയോഗ കാരണമാണ് 7ാമത്തേത്. ഇനി 8ാമത്തേത് അന്യത്വ കാരണം. യഥാ സുവർണസ്യ സുവർണകാരഃ. സുവർണം, സ്വർണം. സ്വർണകാരഃ എന്ന് പറഞ്ഞാൽ തട്ടാൻ, ഗോൾഡ് സ്മിത്ത്. ആ തട്ടാൻ സ്വർണത്തിൻ്റെ അതിനെ മാറ്റി അന്യമാക്കി തീർക്കും. ഒരു രൂപത്തെ വേറൊരു രൂപമാക്കി മാറ്റും. അങ്ങനെ അന്യമാക്കി തീർക്കുന്നതിൻ്റെ കാരണം ഈ തട്ടാനാണ്. അപ്പൊ അങ്ങനെ അന്യത്വ കാരണം
ആണ് എട്ടാമത്തേത്. അതിന് വേറെയും പറയുന്നുണ്ട്. ഏവം ഏകസ്യ സ്ത്രീ പ്രത്യയസ്യ, അത് ബ്രഹ്മചര്യമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ഏകസ്യ സ്ത്രീ പ്രത്യയസ്യ, ഒരു സ്ത്രീ, അത് പുരുഷന്റെ സംബന്ധിച്ചിടത്തോളം സ്ത്രീ, സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പുരുഷൻ, അതായത് ഒരു ആകർഷണ കേന്ദ്രം എന്നർത്ഥം. ഏവം ഏകസ്യ സ്ത്രീ പ്രത്യയസ്യ, ഒരു സ്ത്രീയെ പറ്റിയിട്ടുള്ള ഒരു ജ്ഞാനം, അതിന് അന്യത്വ കാരണമുണ്ടാകും. മൂഢത്വേ അവിദ്യ. ഈ സ്വർണം, പിന്നെ വളയും മാലയും ഒക്കെ അങ്ങനെ അന്യമായിട്ടുള്ള വസ്തുക്കളായി തീരുന്നത് പോലെ സ്ത്രീയെ കണ്ടാൽ, സ്ത്രീയെ പറ്റി അറിഞ്ഞാൽ, സ്ത്രീയെ മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ സ്ത്രീയെ കണ്ടാൽ എന്തുവരും? മൂഢനാണെങ്കിൽ അവൻ അവിദ്യയിൽപ്പെടും. അവിദ്യ മൂഢത്വേ, അവൻ മായയിൽപ്പെടും. അതിൽ ആകൃഷ്ടനായി അവൻ ഉദ്ദേശിക്കാത്ത സ്ഥലത്തേക്ക് എത്തും. അതാണ് മൂഢത്വേ അവിദ്യ. ഇനി ദുഃഖത്വേ, ആ സ്ത്രീ ദ്വേഷ ദുഃഖത്വേ. അപ്പം ദുഃഖം തരുന്നുണ്ടെങ്കിൽ ദ്വേഷം ഉണ്ടാകും. അതായത് ദ്വേഷിച്ചാൽ ദുഃഖമുണ്ടാകും. പിന്നെ അവിദ്യ ഉണ്ടായാൽ മൂഢത്വം വരും. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമാണ്, പരസ്പരമാണ്. പിന്നെ രാഗഹ സുഖത്വേ, സുഖം തരുന്നതായിട്ട് ചിന്തിച്ചാൽ അതിനോട് രാഗമുണ്ടാകും, അതിനോടൊരു ഇഷ്ടം, ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും. ഒരേ സ്ത്രീയാണ്, ഒരേ സ്ത്രീയെ പറ്റിയിട്ടുള്ള ഇതാണ്, അതിന് അന്യമായിട്ടുള്ള മനോഭാവത്തിന് കാരണമായി തീരും അത് എന്നർത്ഥം. അതാണ് തത്വജ്ഞാനം മാധ്യസ്ഥ്യേ. ഇനി ഒരു ദിക്കില് മൂഢത്വം, ചില ദിക്കില് പിന്നെ ദുഃഖം, ചില ദിക്കില് സുഖം, മധ്യത്വം, സുഖദുഃഖങ്ങളൊന്നും ഇല്ലാതെ, ഒന്നിനെ പറ്റിയും സുഖദുഃഖങ്ങളെ പറ്റി ഒന്നും ചിന്തിക്കാതെ ഒരു മധ്യാവസ്ഥയാണെങ്കിൽ, അതായത് അതിനോട് ഒരു ഉപേക്ഷാഭാവമാണെങ്കിൽ എന്ത് കിട്ടും? തത്വജ്ഞാനം ഉണ്ടാകും. ഇതൊക്കെ തന്നെ അന്യത്വ കാരണത്തിൽ പെടും. ഇനി ധൃതി കാരണം, അവസാനത്തേത്. ധൃതി കാരണം ശരീരം ഇന്ദ്രിയാണാം. ശരീരം ധൃതി കാരണമാണ്. ധൃതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലനിൽപ്പ്, ധരിക്കുക എന്നുള്ള അർത്ഥമാണ്. അപ്പൊ ഇന്ദ്രിയങ്ങള് ആണ് ശരീരത്തിന്റെ നിലനിൽപ്പ്. താനിജ തസ്യ, തിരിച്ചും അർത്ഥം. ഇന്ദ്രിയങ്ങൾക്ക് ശരീരമാണ് നിലനിൽപ്പ്, ശരീരത്തിന് ഇന്ദ്രിയമാണ് നിലനിൽപ്പ്. ഇന്ദ്രിയങ്ങളില്ലെങ്കിൽ ശരീരം നിലനിൽക്കില്ല, ശരീരമില്ലെങ്കിൽ ഇന്ദ്രിയങ്ങളും നിലനിൽക്കില്ല. തമ്മിലാണ്. താനി തസ്യ എന്ന് പറഞ്ഞാൽ അതാണ്. അതേപോലെ മഹാഭൂതാനി ശരീരാണാം. മഹാഭൂതം എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങൾ, ആകാശം, വായു, അഗ്നി, ജലം, ഭൂമി, ഇതെല്ലാം തന്നെ ഏതിന് കാരണമാണ്? ശരീരങ്ങൾക്ക് കാരണം. മനുഷ്യ ശരീരത്തിന് മാത്രമല്ല, എല്ലാ ശരീരങ്ങൾക്കും കാരണമാണ് ഈ മഹാഭൂതങ്ങൾ, പഞ്ചഭൂതങ്ങൾ. നിർത്തും. താനിജ മഹാഭൂതാനി താനിജ പരസ്പരം സർവേഷാം. ഇത് പരസ്പരമാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാറ്റിലും. തൈര്യഗ് യോനി മാനുഷ ദൈവതാനി ച പരസ്പര പരാർത്ഥത്വാത് ഇത്യേവം നവകാരണാനി. അപ്പം ഈ പരസ്പരം ധൃതി കാരണത്തില് തിര്യക് യോനികള് എന്ന് പറഞ്ഞാൽ മൃഗങ്ങള്,
പിന്നെ മനുഷ്യർ, ദൈവങ്ങൾ, ദേവതകൾ, ഇതൊക്കെ തന്നെ പരസ്പര ആശ്രിതങ്ങളാണ്. മനുഷ്യൻ മൃഗങ്ങളെയും, മൃഗങ്ങൾ മനുഷ്യനെയും ആശ്രയിക്കുന്നുണ്ട്. ഇങ്ങനെ ആശ്രയിച്ചിട്ടാണ് ധൃതി നിലനിൽക്കുന്നത്. അതുകൊണ്ട് അവ ധൃതി കാരണമാണ് എന്നർത്ഥം. ഇത്യേവം നവകാരണാനി, ഇങ്ങനെയാണ് 9 കാരണങ്ങൾ. താനിച യഥാസംഭവം പദാർത്ഥാന്തരേഷു അഭി യോജ്യാനി. ഈ 9 കാരണങ്ങള് മറ്റ് പദാർത്ഥങ്ങളിലും യോജിപ്പിച്ചു കൊള്ളണം. യോഗാംഗാനുഷ്ഠാനം തോ ദ്വിധാ ഏവ കാരണത്വം ലഭത്തെ. യോഗാംഗാനുഷ്ഠത്തിന് 2 കാരണങ്ങളെ ബാധകമുള്ളൂ. ഒന്ന് പ്രാപ്തി കാരണം, വിയോഗ കാരണം. പ്രാപ്തി കാരണം എന്താണ്? വിവേകഖ്യാതിയുടെ പ്രാപ്തി ഉണ്ടാവും. വിയോഗം എന്താണ്? അശുദ്ധിയുടെ വിയോഗമുണ്ടാകും. അപ്പോൾ വിയോഗ കാരണവും പ്രാപ്തി കാരണവും യോഗാംഗാനുഷ്ഠാനത്തിൽ യോജിക്കും എന്നർത്ഥം. ഇനി അടുത്തതിലേക്ക് കിടക്കുകയാണ്. അധികം ധാരാളം പറയാനുണ്ട്. പക്ഷെ നമുക്ക് വ്യാസൻ്റെതും കൂടി ഒറിജിനൽ നമ്മൾ കാണുന്നത് നല്ലതായിരിക്കും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒറിജിനലിലേക്ക് കൂടിയാണ് ഇപ്പോൾ കയറി പോകാൻ പോകുന്നത്. പിന്നെ നമുക്ക് വേറെ ഏതെങ്കിലും സന്ദർഭത്തിൽ ഇതിൻ്റെ എനിക്ക് സ്വതന്ത്രമായിട്ട് പറയാനുള്ള വിഷയങ്ങൾ അന്നേരം നമുക്ക് ചിന്തിക്കാം. ഇനി അടുത്ത സൂത്രം യമനിയമാസന പ്രാണായാമ പ്രത്യാഹാരണ ധാരണാധ്യാന സമാധയോഷ്ടാവങ്കാനി. ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി എല്ലാവരും, കാരണം ഇത് ധാരാളം ചൊല്ലിയതായിരിക്കും. ഒറ്റ പ്രാവശ്യം ചൊല്ലാം യമനിയമ. ഇനി ഇതില് വ്യാസൻ ഒരു ഭാഷ്യവും എഴുതിയിട്ടില്ല. നമുക്കറിയാം 8 എണ്ണം അതിൻ്റെ പേര് പറഞ്ഞിട്ടേ ഉള്ളൂ, യമം, നിയമം, ആസനം മുതലായത്. അപ്പോൾ അത് ഞാൻ അതിലൊന്നും പറയാൻ പോകുന്നില്ല. കാരണം ഇതൊക്കെ ഇതിൻ്റെ വ്യാഖ്യാനങ്ങളാണ് ഇനി വരേണ്ടത്. അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ സ്വരൂപം നമുക്ക് കാണാം എന്ന് മാത്രം അവിടെ പറഞ്ഞു വെക്കുകയാണ്. അതിൽ യമത്തിലേക്ക് കടക്കുകയാണ് അടുത്തത്. അഹിംസ സത്യമസ്തേയ ബ്രഹ്മചര്യ അപരിഗ്രഹാഹ യമാഹ. അതും ഒരു പ്രാവശ്യം ചൊല്ലിയാൽ മതി, മിക്കവാറും എല്ലാവർക്കും അറിയുന്നതാണ്. ഒരു പ്രാവശ്യം ചൊല്ലാം. ഇവിടെ തത്ര അഹിംസ. അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യാസന്റെ ഭാഷ്യമാണ് നമ്മൾ നേരിട്ട് നോക്കുന്നത്. മറ്റു വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, ഇത് മാത്രം. തത്ര അഹിംസ. തത്ര എന്ന് പറഞ്ഞാൽ അവിടെ. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സന്ദർഭത്തിൽ യോഗാംഗങ്ങളിൽ, അതിൽ യമത്തിൽ നർത്ഥം. യമങ്ങളിൽ അഹിംസ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹിംസ സർവഥാ സർവദാ സർവഭൂതാനാം അനഭിദ്രോഹ. സർവഥാ എല്ലാ തരത്തിലും, സർവദാ എല്ലായ്പ്പോഴും, എല്ലാ കാലത്തും ഉള്ള സർവഭൂതങ്ങളുടെയും, സർവഭൂതാനാം അനഭിദ്രോഹ, എല്ലാ ഭൂതങ്ങളുടെയും ദ്രോഹിക്കാതിരിക്കൽ. അനഭിദ്രോഹ, ഒരു ഭൂതത്തെയും ദ്രോഹിക്കാതിരിക്കൽ എന്നർത്ഥം. എല്ലാ ഭൂതങ്ങളുടെയും അദ്രോഹം, ദ്രോഹിക്കാതിരിക്കൽ, അതാണ് അഹിംസ. എങ്ങനെ? സർവത. കുറേ അഹിംസയെ പറ്റി നല്ലവണ്ണം വരാൻ പോകുന്നുണ്ട്. അപ്പൊ അഹിംസയെ പറ്റി അത്രയും പ്രാധാന്യമുണ്ട് എന്ന് അർത്ഥം. അഹിംസയിൽ നിന്നാണ് ബാക്കിയൊക്കെ. അതുകൊണ്ട് അതിനെപ്പറ്റി കുറച്ചുകൂടി. ഉത്തരേച യമനിയമാഹ തന്മൂലാഹ തത്സിത് പരതയാ ഏവ തത് പ്രതിപാദനായ പ്രതിപദ്യന്തേ. ഈ ഉത്തരേച, ഇനി വരാൻ പോകുന്നത്,
യമനിയമാഹ, എല്ലാ യമനിയമങ്ങളും ഏതാണ്? തന്മൂലാഹ, ഇതിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് ഈ അഹിംസയിൽ അധിഷ്ഠിതമാണ്. തത്സിദ്ധിപരതയാ ഏവ, അതിന്റെ ഇത് സിദ്ധിച്ചാലേ അതെല്ലാം കിട്ടുള്ളൂ എന്നർത്ഥം. തത് പ്രതിപാദനായ പ്രതിപാദ്യന്തേ. അപ്പോ ഇതിൽ നിന്നാണ് ബാക്കിയൊക്കെ ഉണ്ടാകുന്നത് എന്ന് ഒരു ചുരുക്കമായിട്ട് എടുക്കാം. തദവതാത രൂപകരണായ ഏവ ഉപാദീയന്തേ. അപ്പോ ഈ അഹിംസയെ പരിശുദ്ധമാക്കാൻ വേണ്ടിയിട്ട് ആണ് ഇവിടെ യമനിയമങ്ങളൊക്കെ തന്നെ അഹിംസയാണ് വാസ്തവത്തിൽ ഏറ്റവും പ്രധാനം എന്ന് ചുരുക്കം. തഥാച ഉക്തം, ഇങ്ങനെ പറയപ്പെട്ടിരിക്കുന്നു. വേറെ എന്തെങ്കിലും കൊട്ടേഷനാണ്. സഖലു അയം ബ്രാഹ്മണേ യഥാ യഥാ വ്രതാനി ബഹൂനി സമാധിത്സന്തേ. സ, അതായത് അഹിംസ. അയം ബ്രാഹ്മണ, ബ്രാഹ്മണേ, ഈ ബ്രാഹ്മണന്മാരെ യഥാ യഥാ വ്രതാനി ബഹൂനി സമാധിത്സന്തേ, ബഹൂനി ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു. തഥാ തഥാ പ്രമാദകൃതേഭ്യ അഹിംസ നിദാനേഭ്യോ നിവർത്തമാനഃ. അങ്ങനെ ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിച്ചിട്ട് എന്തെങ്കിലും ഹിംസ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അതിന് പരിഹാരം എന്നുള്ള നിലയിൽ ധാരാളം വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നു എന്നർത്ഥം. അത് എന്നിട്ട് ഈ അഹിംസ പാപത്തിൽ നിന്ന് നിവർത്തിക്കും. നിവർത്തമാനഃ താമേവ അവതാതരൂപാം അഹിംസാം കരോതി. എന്നിട്ട് അതിൽ നിന്ന് ഈ ഹിംസയിൽ നിന്നെല്ലാം നിവർത്തിച്ചിട്ട് അഹിംസയെ പരിശുദ്ധമാക്കുന്നു. അഹിംസ എന്ന് പറയുന്ന ആ ഒരു ക്വാളിഫിക്കേഷൻ അവര് വീണ്ടും വീണ്ടും ശുദ്ധമാക്കി വെക്കുന്നു. എന്തെങ്കിലും അറിയാണ്ടല്ലേ ഹിംസ ചെയ്തിട്ടുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ബ്രാഹ്മണാദികള് ധാരാളം ഈ വ്രതങ്ങളും തപസ്സുകളും അനുഷ്ഠിക്കുക, ബഹൂനി വ്രതാനി അത് ചെയ്യുന്നത്. എന്നിട്ട് അഹിംസയെ ശുദ്ധീകരിക്കുന്നു എന്നർത്ഥം. സത്യം യഥാർത്ഥേ വാങ്മനസേ. ഇനി സത്യത്തെ പറ്റിയാണ്. സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചുരുക്കിയിട്ട് പറയുന്നേ ഉള്ളൂ, പിന്നെ വിശദമായിട്ട് വരുന്നുണ്ടല്ലോ. സത്യം യഥാർത്ഥേ വാങ്മനസേ. യഥാർത്ഥ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യത്തിൽ, ശരിക്കുള്ളതിൽ ഉറച്ചു നിൽക്കണം. ഏതിന്? വാക്ക്, മനസ്സ്. മനസ്സും വാക്കും യാഥാർത്ഥ്യത്തിൽ ഉറച്ചു നിൽക്കുന്നതാണ് സത്യം. എന്ന് പറഞ്ഞാൽ യഥാർത്ഥമായതേ പറയാൻ പാടുള്ളൂ, യഥാർത്ഥമായതേ ചിന്തിക്കാൻ പാടുള്ളൂ. അങ്ങനെയുള്ളതിനെയാണ് സത്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തഥാ യഥാ ദൃഷ്ടം യഥാ അനുമിതം യഥാ ശ്രുതം. യഥാർത്ഥ എന്നുള്ളതിന്റെ ഒരു വിശദീകരണമാണ്. യഥാ ദൃഷ്ടം, കണ്ടതുപോലെ പറയുക. യഥാ അനുമിതം, നമ്മള് ദൃഷ്ടം അനുമിതം പിന്നെ എന്നൊക്കെയുള്ള ആ താർക്കികമായിട്ടുള്ള സംഭവം ഉണ്ടല്ലോ. അപ്പൊ കണ്ടതുപോലെ പറയുക. യഥാ അനുമിതം, നമ്മൾ അതുകൊണ്ട് എന്താണോ അനുമാനിച്ചത് അതുപോലെ പറയുക. യഥാ അനുമിതം യഥാശ്രുതം, കേട്ടതുപോലെ പറയുക. യഥാശ്രുതം തഥാ വാങ് മനശ്ച ഇതി. വാക്കും മനസ്സും
കണ്ടതുപോലെ അനുമാനിച്ചതുപോലെ കേട്ടതുപോലെ പറയുക. അതാണ് സത്യം എന്ന് പറയുന്നത്. മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും. പരത്ര സ്വബോധ സംക്രാന്തയെ. പരത്ര മറ്റുള്ളവരോട് നമ്മൾ കണ്ടതും കേട്ടതും പറയണമല്ലോ. അപ്പോ പരത്ര മറ്റുള്ളവരോട് സ്വബോധ സംക്രാന്തയെ, തൻ്റെ ബോധം, തൻ്റെ അറിവ്, സംക്രാന്തി എന്ന് പറഞ്ഞാൽ അത് പകരാൻ, തൻ്റെ അറിവ് മറ്റുള്ളവർക്ക് പകരാനുള്ള എന്താണ് സംക്രാന്തയെ വാഗ് ഉക്ത. വാക്കുകൾ പറഞ്ഞാൽ ആ പറയുന്ന വാക്ക് ഉക്ത സ യതി ന വഞ്ചിത ന ഭ്രാന്ത, അത് വഞ്ചിക്കുന്നതാവരുത്. അങ്ങനെ അതായത് കള്ളം പറയാൻ പാടില്ല എന്നുള്ള അർത്ഥം തന്നെ. ഭ്രാന്താവ, എന്തെങ്കിലും ഭ്രാന്ത് പറയുക, പരസ്പര ബന്ധമില്ലാതെ പറയുക. ഇങ്ങനെയൊക്കെ വാക്ക് പറഞ്ഞാൽ ന ഭൂതോപഘാതായ, അത് മാത്രമല്ല ഭ്രാന്താവ പ്രതിപത്തി ബന്ധ്യാവ ഭവേത് ഇതി. പ്രതിപത്തി ബന്ധ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാവണം, ഇല്ലാത്തത് പറയാൻ പാടില്ല. പിന്നെ ഭ്രാന്തം പറയാൻ പാടില്ല, അതേപോലെ വഞ്ചിതം പറയാൻ പാടില്ല, അർത്ഥശൂന്യമായതും പറയാൻ പാടില്ല. പ്രയോജനമുള്ളതേ പറയാൻ പാടുള്ളൂ, പരസ്പര ബന്ധമുള്ളതേ പറയാൻ പാടുള്ളൂ, അതേപോലെ വഞ്ചിക്കാത്തതേ പറയാൻ പാടുള്ളൂ. ഏഷാ സർവഭൂത ഉപകാരാർത്ഥം പ്രവൃത്ത. ആ സത്യം എങ്ങനെയുള്ളതായിരിക്കണം? സർവഭൂതങ്ങൾക്കും ഉപകാരം ചെയ്യപ്പെടുന്നതായിരിക്കണം. ന ഭൂതോപഘാതായ, ഒരിക്കലും മറ്റ് വ്യക്തികൾക്ക് അല്ലെങ്കിൽ മറ്റ് ജന്തുക്കൾക്ക് ദോഷമായിട്ട് വരരുത്. അതിനെയാണ് സത്യം എന്ന് പറയുന്നത്. അപ്പം ഉള്ളതുപോലെ പറഞ്ഞാലും പോരാ, അത് വഞ്ചനയാവാൻ പാടില്ല, ഭ്രാന്തമാവാൻ പാടില്ല, പ്രതിപത്തിശൂന്യമാവാൻ പാടില്ല എന്ന് മാത്രമല്ല, മറ്റുള്ളവർക്ക് ദോഷമുണ്ടാക്കാനും പാടില്ല. ഉപഘാതം, ദുഃഖത്രയാഭിഘാതം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്, അതുപോലെ. അപ്പം അങ്ങനെ യദി ച ഏവം അഭിധീയമാന ഭൂതോപഘാതപര ഏവ സ്യാൻ ന സത്യം ഭവേത്. അപ്പൊ നേരത്തെ ആദ്യത്തെ ഭ്രാന്തവും മറ്റേതും വിട്ടിട്ട് അവസാനത്തെ മാത്രം എടുത്തു. മറ്റുള്ളവർക്ക് ഉപദ്രവം ചെയ്യുന്നതായി പോയാൽ, അതാണ് ഭൂതോപഘാതപര, മറ്റ് ഭൂതങ്ങൾക്ക് കുഴപ്പമുണ്ടാക്കുന്ന, വിഷമമുണ്ടാക്കുന്ന തരത്തിലായാൽ അത് ന സത്യം ഭവേത്. അത് യഥാർത്ഥമാണെങ്കിൽ പോലും അത് സത്യമല്ല. ഭൂതങ്ങൾക്ക് ദോഷം വരുത്താൻ പാടില്ല, അങ്ങനെയുള്ളത് പറയാൻ പാടില്ല. ആ പറയുന്നത് അസത്യമായിരിക്കും നർത്ഥം. പാപമേവ ഭവേത്, അങ്ങനെ മറ്റുള്ളവർക്ക് ഉപദ്രവമാക്കുന്നത് പറഞ്ഞാൽ അത് പാപം തന്നെയാണ്. പാപമേവ ഭവേത്. തേന പുണ്യാഭാസേന പുണ്യപ്രതിരൂപകേണ കഷ്ടതമം പ്രാപ്നുയാത്. അപ്പോ ഞാൻ സത്യം തന്നെ പറഞ്ഞു എന്ന് നമ്മൾ ധരിച്ച് ആ അപ്രിയമായിട്ടുള്ള വാക്കുകൾ, ദോഷകരമായിട്ടുള്ള വാക്കുകൾ, അത് പുണ്യാഭാസം എന്നാ പറയുന്നത്. ശരിക്കുള്ള പുണ്യമല്ല, പുണ്യം എന്ന് തോന്നിക്കുന്ന അപുണ്യമാണത്. അതാണ് പുണ്യാഭാസേന, പുണ്യപ്രതിരൂപകേണ. അത് പുണ്യമാണെന്ന് തോന്നും, പക്ഷെ പുണ്യമല്ല. അങ്ങനെയുള്ളവ കഷ്ടതമം പ്രാപ്നുയാത്, അത് കഷ്ടമാണ് ഉണ്ടാക്കുക, കഷ്ടത്തെ പ്രാപിപ്പിക്കും. കഷ്ടതമം, കഷ്ടം, കഷ്ടതരം, കഷ്ടതമം സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. ഏറ്റവും കഷ്ടമുണ്ടാക്കും എന്നർത്ഥം. തസ്മാത്
അതുകൊണ്ട് പരീക്ഷ്യ സർവഭൂതഹിതം, സർവഭൂതഹിതം പരീക്ഷ്യ, എല്ലാ ഭൂതങ്ങൾക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യന് മാത്രമല്ല എല്ലാ ജന്തുക്കൾക്കും ഹിതമായിട്ടുള്ളത് അങ്ങനെ പരീക്ഷിച്ചിട്ട് സത്യം ബ്രൂയാത്, സത്യം മാത്രം പറഞ്ഞുകൊള്ളണം ആണ്. ഇനി സ്ഥേയം, അസ്ഥേയം എന്ന് പറയുന്നുണ്ടല്ലോ. സ്ഥേയം എന്ന് പറഞ്ഞാൽ കക്കുക എന്നർത്ഥമാണ്. അസ്ഥേയം കക്കാതിരിക്കുക. സ്ഥേയം എന്ന് പറഞ്ഞാൽ എന്താണ്? കക്കൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മൂന്നാമത്തെയാണ് അഹിംസ, സത്യം, അസ്ഥേയം എന്നുള്ളതിൽ സ്ഥേയം എന്ന് പറഞ്ഞാണ് സ്ഥേയം അശാസ്ത്രപൂർവകം ദ്രവ്യാണം പരതഃ സ്വീകരണം. അശാസ്ത്രവിഹിതം, ശാസ്ത്രവിരുദ്ധമായിട്ട്, അശാസ്ത്രപൂർവകം ശാസ്ത്രവിരുദ്ധമായിട്ട് അതേ എന്ത് ചെയ്യുന്നു? ദ്രവ്യാണം സ്വീകരണം. ദ്രവ്യം എന്ന് പറഞ്ഞാൽ പണം, പണം അല്ലെങ്കിൽ സമ്പത്ത്. ആരിൽ നിന്ന്? പരതഃ, പരനിൽ നിന്ന്, മറ്റുള്ളവരിൽ നിന്ന് ശാസ്ത്രവിരുദ്ധമായിട്ട് ദ്രവ്യങ്ങളെ സ്വീകരിക്കുക. അതിനെ സ്ഥേയം, കക്കുക എന്നാണ് പറയുക. അതാണ്. തത് പ്രതിഷേധ, അതിൻ്റെ പ്രതിഷേധമാണ് അസ്ഥേയം എന്ന് പറഞ്ഞാലോ, മറ്റുള്ളവരിൽ നിന്ന് സ്വീകരിക്കാം, പക്ഷെ അത് ശാസ്ത്രവിഹിതമായിരിക്കണം എന്നർത്ഥം. അതാണ്, ശാസ്ത്രപൂർവകമായിരിക്കണം. പുനരസ്പൃഹാരൂപം, അത് മാത്രം പോരാ, ശാസ്ത്രവിഹിതമായിട്ട് സ്വീകരിക്കണം. അസ്പൃഹ, അതിലാഗ്രഹവും വെക്കാൻ പാടില്ല, എന്നാൽ മാത്രമേ അസ്ഥേയമാവൂ. അസ്പൃഹാരൂപം അസ്ഥേയം ഇത്. അപ്പം ഒന്നിലും നമ്മൾ മറ്റുള്ളവന്റെ ദ്രവ്യത്തിൽ മനസ്സ് വെക്കാൻ പാടില്ല. അവര് തരുന്നതും ശാസ്ത്രപൂർവകമായിട്ടേ വാങ്ങാൻ പാടും, വെറുതെ സൗജന്യം വാങ്ങാൻ പാടില്ല. നമ്മൾ അതിൽ ഒരു ആഗ്രഹവും വെക്കാൻ പാടില്ല എന്നാണ്. അപ്പം അസ്ഥേയം കഴിഞ്ഞു. അടുത്തത് ബ്രഹ്മചര്യം. ബ്രഹ്മചര്യം ഗുപ്തേന്ദ്രിയസ്യ ഉപസ്ഥസ്യ സംയമഃ. ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒറ്റ വാചകത്തിലാണ്. ഗുപ്തേന്ദ്രിയസ്യ, ഗുപ്തം എന്ന് പറഞ്ഞാൽ ഒളിച്ചു വെക്കുന്ന ഇന്ദ്രിയം. ഉപസ്ഥം ലിംഗം എന്നർത്ഥം. ലിംഗമാണല്ലോ ഏറ്റവും ഒളിച്ചു വെക്കുന്നത്. അതാണ് എന്താണ് ഇവിടെ പറഞ്ഞത്? ഗുപ്തം, ഗോപനം ചെയ്യുക, മറച്ചു വെക്കുന്ന ഇന്ദ്രിയം. അതിന് തന്നെയാണ് ഉപസ്ഥം എന്ന് പേര്. ഈ പായു ഉപസ്ഥം എന്ന് പറയും. പായു എന്ന് പറഞ്ഞാൽ മലദ്വാരം, ഉപസ്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിംഗം. അപ്പോൾ അങ്ങനെയുള്ള മറച്ചു വെക്കുന്ന ഇന്ദ്രിയത്തിന്റെ എന്നാൽ ഉപസ്ഥത്തിന്റെ, ഈ ലിംഗത്തിന്റെ സംയമഃ, അതിൻ്റെ സംയമം, നിയന്ത്രണം, അതിൻ്റെ നിയന്ത്രണം തന്നെ പറയാം, വേറെ സംയമം എന്നല്ലേ എന്താ പറയാ. അപ്പോൾ അതാണ് ബ്രഹ്മചര്യം എന്ന് പറയുന്നത്. നാലാമത്തേത് വിഷയാണാം അടുത്തത് പിന്നെ അപരിഗ്രഹമാണ്. വിഷയാണാം എന്ന് പറഞ്ഞാൽ വസ്തുക്കളുടെ പുറമേയുള്ള വസ്തുക്കള്, അത് ആർജന രക്ഷണ ക്ഷയ സംഘ ഹിംസ ദോഷദർശനാത്. അതിൻ്റെ ചില ദോഷങ്ങൾ അറിയണം. ഏത്? മറ്റ് അങ്ങനെയാണ് അപരിഗ്രഹം വരേണ്ടത്. അപരിഗ്രഹം എന്ന് പറഞ്ഞാൽ കൂട്ടി വെക്കാതിരിക്കുക എന്നൊക്കെയാണ് അർത്ഥം. സമ്പാദിച്ച് കൂട്ടി വെക്കാതിരിക്കുക എന്നാണ് അർത്ഥം. അപ്പോൾ ഈ സമ്പാദ്യത്തിന് 5 ദോഷങ്ങൾ പറഞ്ഞു ഇവിടെ. എന്തെല്ലാണ്? ഒന്ന് ആർജനം, അത് സമ്പാദിക്കാനുള്ള ബുദ്ധിമുട്ട്, ആർജനം. പിന്നെ രക്ഷണം, സമ്പാദിച്ച് വെച്ചത് സൂക്ഷിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട്. മുമ്പേലും
പൂട്ട് പൊളിച്ച് അകത്ത് കയറി കട്ടുകൊണ്ടുപോകാന്നൊക്കെ ഉണ്ട്. ഇപ്പം പിന്നെ മൊബൈലിലായതുകൊണ്ട് അത് നടക്കുന്നില്ല. എന്നാലും അവർ STD ബൂത്ത് പൊളിക്കും. അതാണ്. അപ്പം ആർജനം, രക്ഷണം, അതേപോലെ സമ്പത്ത് ക്ഷയിച്ചു പോകും. ആ ക്ഷയം, പിന്നെ സംഘം, അതായത് അതിനോടൊരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു ആസക്തി ഉണ്ടാവുക, അതാണ് സംഘം. പിന്നെയോ ഹിംസ, അതിന് വേണ്ടിയിട്ട് ഹിംസക്ക് പോലും തയ്യാറാവും, മറ്റുള്ളവനെ ഉപദ്രവിക്കാനും കൂടി, എന്നിട്ട് സമ്പാദിക്കും. ഈ 5 ദോഷങ്ങൾ നമ്മൾ അറിയണം. അറിഞ്ഞിട്ട് ദോഷദർശനാത്, ആ ദോഷം ദർശിച്ചിട്ട് അസ്വീകരണം, സ്വീകരണമല്ല അസ്വീകരണം, ഈ ദ്രവ്യം സ്വീകരിക്കാതിരിക്കുക, അതാണ് അപരിഗ്രഹം. ഇത്യേതേ യമാഹ, ഇങ്ങനെ ഇവ എല്ലാം യമങ്ങളാണ്. അപ്പൊ യമത്തിന് വ്യാസന്റെ ഭാഷ്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. അതിന് അപ്പുറത്തേക്ക് ഇപ്പം കടക്കുന്നില്ല. പറയാൻ ധാരാളം, നമുക്ക് ഇതിൽ ഒന്ന് മാത്രം എടുത്താൽ തന്നെ ഒരു മണിക്കൂർ പറയാനുള്ള സാധനമുണ്ട്. അടുത്തത് ജാതി ദേശ കാല സമയ അനവച്ഛിന്ന സാർവഭൗമ മഹാവ്രതം. എല്ലാവരും ഒരു പ്രാവശ്യം പറയാം. ഓക്കെ. അപ്പം ഇത് ജാതി, ദേശം, കാലം, സമയം, ഈ 4 ബാധകമല്ല. അങ്ങനെയുള്ള അങ്ങനെ ആയാൽ എന്താവുന്നറിയോ? സാർവഭൗമ മഹാവ്രതം. സർവഭൂമിയിലും എല്ലാ ഈ പരിമിതികളിൽ പെടാതെ എല്ലാറ്റിൻ്റെയും മഹാവ്രതമാണ് ഈ 5 എണ്ണവും. അർത്ഥം വേറൊരർത്ഥം സാർവഭൗമ, ഭൂമിയിൽ എല്ലായിടത്തും എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. നമ്മുടെ മറ്റു ഭൂമികൾ എല്ലായിടത്തും എന്ന് പറഞ്ഞാലും തെറ്റൊന്നുമില്ല. കാരണം ഈ 5 യമങ്ങള് എല്ലാ മതങ്ങളും അംഗീകരിക്കുന്നതാണ്, എല്ലാ സംഘടനകളും അംഗീകരിക്കുന്നതാണ്. ഇങ്ങനെ തന്നെ വേണം എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഏതായാലും ഇവിടെ സാർവഭൗമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ഭൂമികകളിലും ഈ എല്ലാ അവസ്ഥകളിലും ഉള്ളത് എന്നർത്ഥം. അതിന് വ്യാസൻ പറയുന്നത് തത്ര എന്ന് പറഞ്ഞാൽ ഈ പിന്നെ 5 യമങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നർത്ഥം. തത്ര യമങ്ങളിൽ എന്നർത്ഥം. അവിച്ഛിന്ന ജാതി നോക്കിയിട്ട് മാറ്റം വരുത്തരുത്. അതാണ് ജാത്യവച്ഛിന്ന മത്സ്യവധകസ്യ. മത്സ്യവധകൻ, മത്സ്യം പിടിക്കുന്നവൻ. ആ മത്സ്യം പിടിക്കുന്ന ആൾക്ക് ഈ മത്സ്യത്തിനെ കൊല്ലുക എന്നുള്ളത് മത്സ്യേഷ്വേവ ന അന്യത്ര ഹിംസ. അതാണ് ജാതി. ഏതാണ് ഇവിടെ? മുക്കുവൻ എന്ന് പറയുന്ന ജാതി. ആ ജാതിക്കാർക്ക് എന്തില്ല? മത്സ്യേഷു ഏവ, മത്സ്യത്തിൽ ഹിംസയാവാം. എന്നാ അന്യത്ര, വേറെ എന്തിനു കൊല്ലാൻ പാടില്ല, മത്സ്യത്തിനെ കൊല്ലാം. ആർക്ക്? മുക്കുവന് എന്നുള്ളത്. മത്സ്യവധകസ്യ മത്സ്യേഷ്വേവ ന അന്യത്ര ഹിംസ. ഇത് പാടില്ല എന്നാ പറയുന്നത്. അങ്ങനെ ജാതി വിച്ഛിന്നമല്ല, എല്ലാ ജാതിക്കും അഹിംസ ബാധകമാണ്.
നമ്മൾ വിചാരിക്കും മുക്കുവന് മത്സ്യത്തിനെ മാത്രം അവർക്ക് കൊല്ലാം എന്ന് നമ്മൾ വിചാരിക്കും. അത് ജാതിപരമായിട്ട് നോക്കിയാൽ അവിടെ അത് കൊന്നാലും അഹിംസ പോവില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അങ്ങനെയല്ല, ജാതി പറഞ്ഞിട്ടും ചെയ്യാൻ പാടില്ല. അതാണ് സമയ അനവച്ഛിന്നാഹ എന്ന് കൊടുക്കാൻ കാരണം. ജാതി അവച്ഛിന്ന. പിന്നെയോ, അപ്പം മുക്കുവന് മത്സ്യത്തിനെ കൊല്ലുന്നത് ഹിംസ തന്നെയാണ്, ജാതി പ്രത്യേകമായിട്ടൊന്നും ഇല്ല എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇനി ദേശം, ജാതി ദേശ കാല എന്നുള്ളത്. ദേശം സൈവ, ഈ മുക്കുവന്മാര് മത്സ്യത്തെ പിടിക്കുന്നത് തന്നെ കടലിൽ നിന്ന് പിടിച്ചാൽ ഹിംസയല്ല. എന്നാൽ ദേശാവച്ഛിന്ന ന തീർത്ഥേ ഹനിഷ്യാമേ, ഇത് തീർത്ഥത്തിൽ നിന്ന് പിടിക്കാൻ പാടില്ല, അമ്പലക്കുളത്തിൽ നിന്ന് മീൻ പിടിക്കാൻ പാടില്ല. കാരണം അവിടെ ആ ദേശം, ചെയ്യുന്ന സ്ഥലം കടലിൽ നിന്ന് പിടിക്കാം എന്നും പറയാൻ പറ്റില്ല, അതും തെറ്റാണ്. കാലവും അതിൽ ബാധകമല്ല. കാലം നോക്കിയിട്ട് അല്ല, ദേശം നോക്കിയിട്ടും ചെയ്യാൻ പാടില്ല. പിന്നെ സൈവ കാലാവച്ഛിന്ന, കാലം നോക്കിയിട്ട് എങ്ങനെയാണ്? ചതുർദശ്യാം, ചതുർദശിയായിട്ട് മീനിനെ കൊല്ലാൻ പാടില്ല, മീൻ പിടിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? പുണ്യേഹനി ഹനിഷ്യാമി, അത് പുണ്യദിനമാണ്, അതുകൊണ്ട് അന്ന് മാത്രം കൊല്ലില്ല, ബാക്കിയെല്ലാ ദിവസവും. അതും തെറ്റാണ്. അതാണ് ദാതി ദേശ കാല. ഇനി സമയം, സ ഏവ ത്രിഭിരുപരിതസ്യ സമയാവച്ഛിന്ന, സമയം നോക്കിയിട്ട് എങ്ങനെയാണത്? ദേവബ്രാഹ്മണാർത്ഥേ, ദേവന് ദേവതകൾക്ക് വേണ്ടിയിട്ട് ഹിംസയാവാം, മത്സ്യത്തിൻ്റെ എന്നല്ല. ആ ചില ഹിംസകളുണ്ടല്ലോ, സോമയാഗത്തിന് ഹിംസ, അങ്ങനെ വരുമല്ലോ, ഈ ആടിനെ കൊല്ലാം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ ദേവന്മാർക്ക് വേണ്ടിയായാലും ബ്രാഹ്മണന്മാർക്ക് വേണ്ടിയായാലും ന അന്യഥാ ഹനിഷ്യാമി ഇതി, ഇതിനു വേണ്ടിയെല്ലാം ഞാൻ കൊല്ലും, വേറെ ഒരു തരത്തിലും ന അന്യഥ, മറ്റൊരു തരത്തിലും കൊല്ലില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അനവച്ഛിന്ന എന്നാണ്, ജാതി ദേശ കാല സമയ അനവച്ഛിന്ന എന്ന് പറഞ്ഞു. അതാണ് യഥാച ക്ഷത്രിയാണാം യുദ്ധയേവ ഹിംസ ന അന്യത്ര. വേറൊന്ന് ഉദാഹരണം കൂടിയാണ്. ക്ഷത്രിയന്മാർക്ക് യുദ്ധത്തിന്റെ സമയത്ത് മനുഷ്യനെ കൊല്ലാം, ബാക്കിയുള്ള സമയത്ത് കൊല്ലാൻ പാടില്ല. നമുക്കെല്ലാം ഇപ്പോൾ നിയമം അങ്ങനെയല്ലേ, ഒരു പട്ടാളക്കാരൻ അവിടെ കൊല്ലാം, ഇവിടെ വന്ന ഒരാളെയും അടിക്കാൻ പോലും പാടില്ല. അപ്പോൾ അത് ഈ സമയം, സന്ദർഭം നോക്കിയിട്ട് ഹിംസയാവാം എന്ന് പറയുന്നത് തെറ്റാണ് അർത്ഥം. സമയൈരനവച്ഛിന്ന ഏഭിഹി ജാതി ദേശ കാല സമയൈഹി അനവച്ഛിന്ന, ഈ 4 എണ്ണത്തിനും അതൊന്നും നോക്കാൻ പാടില്ല, അതൊന്നും ഒരു ഒഴിവ് കഴിവല്ല എന്നർത്ഥം. അഹിംസാദയ സർവഥാ ഏവ പരിപാലനീയ, അഹിംസാദികള്, അഹിംസാ സത്യം അസ്തേയം മുതലായിട്ടുള്ളത് സർവഥാ, എല്ലാ തരത്തിലും, ദേശകാലൊന്നും നോക്കാൻ പാടില്ല, എല്ലാ തരത്തിലും പരിപാലനീയ, പരിപാലിക്കണം. സർവഭൂമിഷു സർവവിഷയേഷു സർവഥാ പരിപാലനീയ, എല്ലാ ഭൂമികളിലും എല്ലാ മാനസികാവസ്ഥയിലും നടുക്കവിടെ, എല്ലാ വിഷയങ്ങളിലും എല്ലാ തരത്തിലും സർവഥ ഏവ പരിപാലനീയ, പരിപാലിക്കണം. സർവഭൂമിഷു സർവവിഷയേഷു സർവഥാ ഏവ വിദിത വ്യഭിചാരാഃ സാർവഭൗമ മഹാവ്രതം ഇത്തി സർവവിധ അവ്യഭിചാരാഃ സാർവഭൗമ മഹാവ്രതം ഇത്തി ഉച്യത്തെ. ഇങ്ങനെ
എല്ലാ തരത്തിലും, എല്ലാ വിഷയങ്ങളിലും, എല്ലാ ഭൂമികകളിലും ഉള്ള അവ്യഭിചാരിയായിട്ടുള്ള വ്രതം മഹാവ്രതം എന്ന് ഈ പഞ്ചയമങ്ങളെ പറഞ്ഞിരിക്കുന്നു. യോഗേന ചിത്തസ്യ പദേന വാചാം മലം ശരീരസ്യ ച വൈദ്യകേന യോപാകരോത്തം പ്രവരം മുനീനാം പതഞ്ജലിം പ്രാഞ്ജലിരാനതോസ്മി.